ഗൈസ്, എനിക്ക് 100% റിസൾട്ട് തന്ന ഒരു കിടില സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം കുറച്ച് ചെമ്പരത്തി വേണം. ചെമ്പരത്തി വേണമെന്ന് പറഞ്ഞപ്പോഴേ ചെറുക്ക ഓടിക്കൊണ്ട് പറിച്ചുകൊണ്ട് വന്നു. ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കണം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ചെമ്പരത്തി പൂവും കുറച്ച് ചെമ്പരത്തി ഇലയും എൻ്റെ കയ്യിൽ നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ, അതിലോട്ട് ഇടുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 3 ഗ്ലാസ് ചെമ്പരത്തിയുടെ ആ ഒരു ഇതിൽ അത് നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കരിഞ്ജീരകം, റോസ്മേരി, ഉലുവ, കരിയപ്പല എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിക്കണം. തിളച്ച് ഇതിനെ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം വീണ്ടും പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഫ്ലാക്സ് സീഡും ഇട്ട് 2 കപ്പല്ല 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും പയ്യെ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിലിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഒറ്റനൂൽ പരുവം ആകുകയാണെങ്കിൽ അതിനെ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ എടുത്ത അതേ കുപ്പിയിൽ തന്നെ ഇത് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്നേന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് സൂക്ഷിക്കുക. ഇതിന് നമുക്ക് 7 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഞാനിത് എൻ്റെ അസിസ്റ്റൻറ്റിനും കൂടെ തേച്ച് കൊടുത്തു. ഞാൻ എന്ത് ഉപയോഗിക്കണം കണ്ടാലും അവനും വേണമെന്ന് പറയും. അതുകൊണ്ട് ഇത് ഞാൻ അവൻ്റെ തലയിലും പരീക്ഷണം കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഫുൾ റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.